നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പ്രതിഷേധം ഫലം കണ്ടു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിച്ചു. ശസ്ത്രക്രിയകൾ തുടങ്ങി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധവുമായി ഡോക്ടർമാർ. സംസ്ഥാന വ്യാപകമായി മെഡിക്കൽ കോളേജുകളിലേക്ക് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധ മാർച്ച്. സംസ്ഥാനത്തിന്റെ 41ാമത് DGP ആയി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. പൊതുജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്നും ലഹരി ഉപയോഗം തടയാൻ പ്രത്യേക നയം രൂപീകരിക്കുമെന്നും DGP. മുഖ്യമന്ത്രിയുമായി കണ്ണൂരിൽ കൂടിക്കാഴ്ച നടത്തി. കൂത്തുപറമ്പ് വെടിവയ്പിൽ റവാഡയ്ക്ക് പങ്കില്ലെന്ന് ആവർത്തിച്ച് MV ഗോവിന്ദൻ. കേന്ദ്രവുമായുള്ള ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയെന്ന KC വേണുഗോപാൽ. സുരക്ഷയിൽ ഇടപെട്ട സർക്കാർ നടപടിയിൽ അമർഷം രേഖപ്പെടുത്തി രാജ്ഭവൻ. ഗവർണറുടെ ആവശ്യപ്രകാരം നിയോഗിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരെ പിൻവലിച്ച് സർക്കാർ ഉത്തരവിറക്കിയതിൽ രാജ്ഭവൻ അതൃപ്തി. സാങ്കേതിക നടപടി മാത്രമെന്ന് സർക്കാർ. എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ 1ാം റാങ്ക് ജോൺ ഷിനോജിന്. ഫാർമസിയിൽ 1ാം റാങ്ക് അനഘ അനിലിന്. മോഹൻലാലിന്റെ മകൾ വിസ്മയ സിനിമയിലേക്ക്. വിസ്മയുടെ അരങ്ങേറ്റം. ജൂഡ് ആന്റണി ചിത്രം തുടക്കത്തിലൂടെ. ടൈറ്റിൽ പോസ്റ്റർ പുറത്തുവിട്ട് മോഹൻലാൽ. ഇന്ത്യ-ഇംഗ്ലണ്ട് 2ാം ടെസ്റ്റ് നാളെ ബർമിംഗ്ഹാമിൽ. ആദ്യ ടെസ്റ്റിൽ തോറ്റ ഇന്ത്യൻ ടീമിൽ അഴിച്ചുപണിക്ക് സാധ്യത. ഓൾറൗണ്ടർ ഷാർദുൽ ഠാക്കൂറിന് പകരം നിതീഷ് കുമാർ റെഡ്ഡിയെ ഉൾപ്പെടുത്തിയേക്കും. ബുംറ പിന്മാറിയാൽ പേസർ അർഷ്ദീപ് സിംഗിനോ ആകാശ്ദീപിനോ പരിഗണന. ഉപകരണങ്ങളുടെ ക്ഷാമത്തെ തുടർന്ന് ശസ്ത്രക്രിയ മുടങ്ങിയിരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തി. ഇതോടെ യൂറോളജി വിഭാഗം യൂണിറ്റ് 1-ൽ ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു. യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഡോക്ടർമാരുടെ സംഘടനയായ KGMCTAയും രംഗത്തെത്തി. വിവാദങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളെത്തി. ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം ലെത്തോ ക്ലാസ്റ്റ് പ്രോബ് ഉപകരണങ്ങളാണ് തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെയോടെ എത്തിച്ചത്. പ്രതിസന്ധിക്ക് ഇതോടെ പരിഹാരമാകുമെന്നാണ് കരുതുന്നത്. മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികൾ സംബന്ധിച്ച് ഫേസ്ബുക്ക് കുറിപ്പിൽ പരാതിയുമായി യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ രംഗത്തെത്തിയത് വിവാദമായിരുന്നു. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമം മൂലം രോഗികൾ അനുഭവിക്കുന്ന ദുരിതം വെളിപ്പെടുത്തി ശനിയാഴ്ച ഡോക്ടർ ഹാരിസ് സമൂഹ മാധ്യമത്തിൽ കുറിപ്പെഴുതുന്നത്. ഇത് വൻ വിവാദമായതോടെ വിശദീകരണവുമായി ആരോഗ്യമന്ത്രിയും മറ്റ് അധികൃതരും രംഗത്തെത്തിയിരുന്നു. സർക്കാരിനെ കരിപൂശാനുള്ള ശ്രമമെന്നായിരുന്നു ആദ്യം ആശുപത്രി അധികൃതരുടെ വാദം. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയതിനെ തുടർന്ന് വിഷയം പരിശോധിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകൾ ശരിവയ്ക്കുന്ന കാര്യങ്ങളാണ് അന്വേഷണ സമിതിയുടെ പരിശോധനയിലും കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ട്. മെഡിക്കൽ കോളേജുകളിൽ ഉപകരണങ്ങൾ വാങ്ങാൻ ഇപ്പോഴുള്ളത് അതിസങ്കീർണമായ നടപടിക്രമങ്ങളാണെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. ഉപകരണങ്ങൾ വാങ്ങുന്നതിന് മെഡിക്കൽ കോളേജുകളിലെ സൂപ്രണ്ടുമാർക്കുള്ള അധികാരം പരിമിതമാണെന്നും ഇത് കാലോചിതമായി മാറ്റണമെന്നും നിർദ്ദേശമുണ്ട്. നടപടിക്രമങ്ങൾ ലഘൂകരിക്കണമെന്നും സമിതി നിർദ്ദേശം നൽകി. ഡോക്ടേഴ്സ് ദിനത്തിൽ പ്രതിഷേധവുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും രംഗത്തെത്തി. കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണം എന്നതുൾപ്പെടെയുള്ള അനവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടി സ്വീകരിച്ചാൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഡോക്ടർമാരുടെ സംഘടനയായ KGMCTAയുടെ ഭാരവാഹികൾ അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. DA കുടിശ്ശിക അനുവദിക്കുക, കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡോക്ടർമാരുടെ പ്രതിഷേധം. യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടി സ്വീകരിച്ചാൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ KGMCTAയുടെ ഭാരവാഹികൾ അറിയിച്ചു. ഞങ്ങളുടെ ന്യായമായ അവകാശം ഞങ്ങൾക്ക് തരണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അതോടൊപ്പം തന്നെ DA കുടിശ്ശിക, വർഷങ്ങളായിട്ടുള്ള DA കുടിശ്ശിക പെൻഡിംഗ് ആയിട്ടുണ്ട്. എൻട്രി കേഡർ അനോമലി, പേ റിവിഷൻ വന്നപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർമാർ പുതിയതായി സർവീസിൽ കയറുന്നവർക്ക് അവരുടെ പേ കുറയുകയും അതോടൊപ്പം തന്നെ അവരുടെ പ്രൊമോഷന്റെ കാലാവധി 7 വർഷത്തിൽ നിന്ന് 8 വർഷമായി കൂട്ടുകയും ചെയ്തു.
അപ്പോൾ ഇത് കാരണം നമുക്ക് മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്ക് പുതിയ ആൾക്കാർ വരുന്നതിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജോയിൻ ചെയ്യുന്നവർ തന്നെ പെട്ടെന്ന് കളഞ്ഞിട്ട് പോവുകയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ആകർഷകമാക്കാനായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. സ്റ്റാഫ് ഡെഫിഷ്യൻസി നമ്മുടെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും നമുക്കറിയാം, എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് ഇപ്പോൾ തുടങ്ങുന്നുണ്ട്. അത് നല്ലതാണ്. പക്ഷേ ആവശ്യത്തിനുള്ള സ്റ്റാഫും ഭൗതിക സാഹചര്യങ്ങളും എല്ലാ കോളേജുകളിലും ഉറപ്പുവരുത്തണം. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മുടെ ചട്ടങ്ങൾക്കനുസരിച്ചാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലേ? ഒരു മെഡിക്കൽ സർവീസ് കൊടുക്കുന്നതിൽ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യണം, കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം, അതിനുള്ള സിസ്റ്റമാണ് വരേണ്ടത്. അപ്പോൾ അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് അത് കണക്കിലെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ സ്ട്രോങ് ആയി രംഗത്തിറങ്ങുന്നതായിരിക്കും. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ദുരവസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷ പാർട്ടികൾ വിവിധ മെഡിക്കൽ കോളേജുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആരോഗ്യരംഗത്ത് തീവെട്ടിക്കൊള്ളയാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ ജില്ലയിലെ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ആരോഗ്യരംഗമല്ലാതെ മറ്റെന്താണ് സർക്കാരിന്റെ മുൻഗണനാ വിഷയമെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ, സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായിട്ട് മാസങ്ങളായി. മരുന്ന് പല സ്ഥലങ്ങളിലില്ല, സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല. സർജറി നടത്തണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ സർജിക്കൽ എക്യുപ്മെന്റ്സും സർജറി നടന്നു കഴിഞ്ഞാൽ തുന്നിക്കൂട്ടാനുള്ള നൂല് വരെ വാങ്ങിച്ചുകൊണ്ടേ കൊടുക്കണം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തി. ആരോഗ്യമേഖലയെ തകർക്കുന്ന സമീപനങ്ങളാണ് LDF സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. ആരോഗ്യമേഖലയെ അവഗണിച്ച സർക്കാരിനെതിരെ ആലപ്പുഴ DCCയുടെ നേതൃത്വത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MPയാണ് ധർണ ഉദ്ഘാടനം ചെയ്തത്. സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. രോഗികളിൽ നിന്ന് പിരിവെടുത്ത് ശസ്ത്രക്രിയാ ഉപകരണങ്ങളും മരുന്നുകളും പുറത്തുനിന്ന് വാങ്ങിപ്പിക്കുന്നത് പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ കഴിവുകേടിന് ഉദാഹരണമെന്ന് PC വിഷ്ണുനാഥ് പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചിലും ധർണയിലും 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. പ്രതിഷേധ ധർണ മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കേരള കോൺഗ്രസും BJPയും പ്രതിഷേധവുമായി എത്തി. കേരള കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഭിക്ഷയെടുപ്പ് സമരം നടത്തി. BJPയുടെ പ്രതിഷേധ മാർച്ച് മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV. പ്രവർത്തനം താറുമാറായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളോടൊപ്പമുള്ള കൂട്ടിരിപ്പുകാരും പ്രതിസന്ധിയിലാണ്. മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ രോഗികളോടൊപ്പം എത്തുന്നവർക്ക് താമസിക്കാനാകെയുള്ള ഗവൺമെന്റ് ഡോർമെട്രിയുടെ നിരക്കുകൾ കുത്തിനെ കൂട്ടിയതാണ് പ്രതിഷേധത്തിന് കാരണം. പ്രതിഷേധത്തെ തുടർന്ന് ചാർജ് വർധനവ് പിൻവലിച്ചുവെങ്കിലും ആശുപത്രിയുടെ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് ഇനിയും ഇത്തരം നടപടിയുണ്ടാകുമോ എന്നാണ് ഇവരുടെ ആശങ്ക. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ രോഗികളോടൊപ്പമുള്ള കൂട്ടിരിപ്പുകാരാണ് ഈ കിടക്കുന്നവരെല്ലാം. കോരിച്ചൊരിയുന്ന മഴയിൽ ചോർന്നൊലിക്കുന്ന ഷീറ്റിന് താഴെയാണ് ഉറക്കം. 100 രൂപ കൊടുത്ത് ഗവൺമെന്റിന്റെ ഡോർമെട്രിയിൽ റൂം എടുക്കാൻ പോലും കഴിവില്ലാത്തവരാണിവർ. ഇവർക്ക് മുമ്പിലേക്കാണ് ചാർജ് വർധനവുമായി അധികൃതരെത്തിയത്. അവിടെ BPLകാർക്ക് 100 രൂപയായിരുന്നു നമുക്ക് ചാർജ് ഉണ്ടായിരുന്നത്, APLകാർക്ക് 150 രൂപയായിരുന്നു ചാർജ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ പെട്ടെന്ന് അവർ 150 രൂപ എന്നുള്ള രീതിയിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഈ 100 രൂപ തന്നെ നമുക്ക് ശരിക്കും ആയിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഒരു ദിവസം മാത്രത്തേക്കാണ് 150 രൂപ ചാർജ് ചെയ്യുന്നത്. നമുക്ക് കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടോയ്ലറ്റിന് കുറച്ച് കാലപ്പഴക്കം കാര്യം, അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ, അത് പ്രശ്നങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് 150 രൂപ ആക്കുന്നതും അതുപോലെ തന്നെ നിലവിലുള്ള 100 രൂപ കൊടുക്കുന്നതിന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടോടെയാണ് കൊടുക്കുന്നത്. കുറേ മരുന്നുകളും കാര്യങ്ങളും ടെസ്റ്റുകളൊക്കെ കുറേ എല്ലാം വിലപിടിപ്പുള്ളതെല്ലാം പുറത്തേക്കാണ് ചെയ്യുന്നത്. പ്രതിഷേധത്തിനൊടുവിൽ ആശുപത്രി സൂപ്രണ്ട് ഉത്തരവ് മരവിപ്പിച്ചു. എങ്കിലും കൂട്ടിരിപ്പുകാരുടെ ആശങ്ക ഒഴിയുന്നില്ല. തണലിന് തൊട്ടടുത്തുള്ള കരുതൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ ഇരു കെട്ടിടങ്ങളുടെയും ചാർജ് വർദ്ധിപ്പിക്കുമോ എന്ന ആശങ്ക ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ലാഭം നോക്കി ചാർജ് വർദ്ധിപ്പിക്കരുത് എന്ന അഭ്യർത്ഥനയാണ് ഇവർക്കുള്ളത്. കയ്യിൽ പണമില്ലാത്തവരാണ് അധികവും മെഡിക്കൽ കോളേജ് ആശുപത്രിയെ ആശ്രയിക്കുന്നത്. അത്തരത്തിലുള്ളവരുടെ ചോരയൂട്ടുന്ന നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്നും കൂട്ടിരിപ്പുകാർ പറയുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്.
സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായി രവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. ലഹരിക്കെതിരായ പോലീസിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും പൊതുജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വാർത്താ സമ്മേളനത്തിൽ വിരമിച്ച പോലീസുകാരൻ പരാതിയുമായി DGPക്ക് മുന്നിലേക്ക് എത്തിയത് നാടകീയ രംഗങ്ങൾക്ക് കാരണമായി. കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ രവാഡ ചന്ദ്രശേഖർ രാവിലെ 7 മണിയോടെയാണ് പോലീസ് ആസ്ഥാനത്തെത്തി ചുമതല ഏറ്റെടുത്തത്. പോലീസ് ആസ്ഥാനത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. തുടർന്ന് DGPയുടെ താൽക്കാലിക ചുമതലയുള്ള ADGP H വെങ്കടേഷിൽ നിന്നും പോലീസ് മേധാവി ബാറ്റൺ സ്വീകരിച്ചു. തുടർന്ന് ധീരസ്മൃതിഭൂമിയിലെത്തി പുഷ്പചക്രം അർപ്പിച്ച ശേഷം പോലീസ് സേനയുടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. തുടർന്ന് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിനെതിരായ പോലീസ് നടപടികൾ ശക്തമാക്കുമെന്ന് DGP രവാഡ ചന്ദ്രശേഖർ അറിയിച്ചത്. സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിനും സൈബർ ക്രൈം നേരിടുന്നതിനും പ്രധാന പരിഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. Kerala Police per se has been concentrating on the main key areas of focus will be definitely the anti-drug drive. നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇപ്പോൾ ഉപദ്രവമായിട്ട് മാറുന്നത് ഈ ഡ്രഗ്സിൻ്റെ പ്രഭാവമാണ്. അതിനെ നേരിടാനുള്ള ഒരു നയം ഒരു പ്രത്യേകമായിട്ട് ഇത് നമ്മൾ എടുക്കും, അത് നടക്കുന്നുണ്ടും അതിന് കുറച്ചുകൂടി ശക്തമായിട്ട് ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഈ ആൻറ്റി ഗുണ്ട സ്ക്വാഡ്സും പിന്നെ അവരുടെ പ്രവർത്തനം മെച്ചമാക്കിയിട്ട് ഇത് നമ്മൾ ക്രമസമാധാനത്തിന് ശക്തിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. And we also would like to maintain the communal harmony by being a very proactive police force and by liaising with the community, by involving the community. We will like to do the maintain the communal harmony in the society. At the same time, ജനങ്ങൾക്ക് ഒരു സുരക്ഷ സൈബർ അപരാധികളിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ ഭാഗത്തുണ്ടാവും. അതിനിടെ പോലീസ് മേധാവിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക് പരാതിയുമായി വിരമിച്ച പോലീസുകാരൻ കടന്നു വന്നത് നാടകീയ രംഗങ്ങൾക്ക് കാരണമായി. പോലീസ് സേനയിൽ 30 വർഷം സേവനമനുഷ്ഠിച്ച് SI ആയി വിരമിച്ച കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വദേശിയായ ബഷീറാണ് പരാതിയുമായി DGPക്ക് മുന്നിലേക്ക് എത്തിയത്. DGPയെ കാണാൻ വിസിറ്റിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്ന തന്നെ പോലീസുകാരനാണ് വാർത്താ സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് കയറ്റിവിട്ടതെന്ന് ബഷീർ പറഞ്ഞു. ഞാൻ വിസിറ്റേഴ്സ് റൂമിൽ ഇരുന്നതാണ്. എന്നെ അവിടത്തേക്ക് പറഞ്ഞു വിട്ടതാണ്. യൂണിഫോം ഇട്ട ഒരാളെ ഞാൻ പേര് നോക്കി. ഗൾഫിൽ നിന്നുള്ള ഓൺലൈൻ മീഡിയയുടെ ആളാണെന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകർക്കൊപ്പമാണ് ഇയാൾ പോലീസ് ആസ്ഥാനത്തേക്ക് കയറിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. DGP രവാഡ ചന്ദ്രശേഖറിന്റെ വാർത്താ സമ്മേളനത്തിൽ നടന്ന നാടകീയ രംഗങ്ങളിലും സുരക്ഷാ വീഴ്ചയിലും അന്വേഷണം. ഇത് സംബന്ധിച്ച് AIG പൂങ്കുഴലി അന്വേഷണം നടത്തും. മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ബഷീർ പെൻഷൻ കാർഡ് ഉപയോഗിച്ചാണ് പോലീസ് ആസ്ഥാനത്ത് കടന്നത്. DGPയുടെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തിയാണ് അകത്ത് പ്രവേശിച്ചത്. തുടർന്ന് മാധ്യമപ്രവർത്തകരെന്ന് പരിചയപ്പെടുത്തി കോൺഫറൻസ് ഹാളിൽ കയറുകയായിരുന്നു. പുതിയ പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തുന്നു. കണ്ണൂർ ഗസ്റ്റ് ഹൌസിലാണ് കൂടിക്കാഴ്ച. DGP ആയി ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യമായാണ് രവാഡ ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നത്. രവാഡ ചന്ദ്രശേഖറിനെ DGP ആക്കിയതിൽ CPM-നുള്ളിൽ അതൃപ്തി നിലനിൽക്കെയാണ് കൂടിക്കാഴ്ച. കൂത്തുപറമ്പ് വെടിവയ്പ്പിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് രവാഡ ചന്ദ്രശേഖർ. അതേസമയം കൂത്തുപറമ്പ് വെടിവയ്പ്പിൽ രവാഡ ചന്ദ്രശേഖറിന് പങ്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി ക്ലീൻ ചിറ്റ് നൽകുന്നതല്ല, കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നതാണ്. P ജയരാജൻ ശരിയായ രീതിയിലാണ് പ്രതികരിച്ചത്. ജയരാജൻ പറയുന്നതല്ല, ഞാൻ പറയുന്നതാണ് കാര്യമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വെടിവയ്പ്പ് നടക്കുന്നതിന് 2 ദിവസം മുൻപാണ് രവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റത്. രവാഡ ചന്ദ്രശേഖറിന് കണ്ണൂരിന്റെ ഭൂമിശാസ്ത്രം അറിയില്ലായിരുന്നുവെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. അല്ല, P ജയരാജന് പറയാറുമല്ല പറഞ്ഞു, ഞാനാണ് പറഞ്ഞത്. ഞാനിപ്പോൾ പറയുന്നത് പാർട്ടി ഒരു ക്ലീൻ ചിറ്റും കൊടുക്കേണ്ട കാര്യമില്ല. സെൻട്രൽ ഗവൺമെൻറ്റിനെയും സംസ്ഥാന ഗവൺമെൻറ്റിനെയും ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് തീരുമാനിക്കപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. അത് തീരുമാനിച്ചിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിക്കുന്നത് അവർ 3 പേര് കൊടുത്തു. സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിക്കുന്നത് അതിൽ നിന്ന് ഒരാളെ തീരുമാനിച്ചു. അത് മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരാൾ തന്നെയല്ലേ തീരുമാനിക്കുള്ളൂ. അതിനകത്ത് സംശയമുള്ളത് ഈ UDFൻ്റെ ഭരണത്തിലല്ലേ ഞങ്ങളുടെ 5 സഖാക്കൾ കൊന്നത്. അന്ന് മറന്നു പോകണ്ട കേട്ടോ.
പീരാജാനൊന്നും പറഞ്ഞു. പീരാജാൻ പറഞ്ഞാലും ഞാൻ നല്ല വായിച്ചു തന്നെയാണ്. പീരാജാൻ വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പീരാജാൻ പ്രതികരിച്ച് ഗവൺമെൻറ് തീരുമാനിക്കാൻ അവകാശം ഗവൺമെൻറ് തീരുമാനിക്കട്ടെ എന്നാണ്. ബാക്കി കാര്യങ്ങളൊക്കെ മെറിറ്റ് ഞാൻ ഇപ്പം പറഞ്ഞ പോലെ മെറിറ്റൊക്കെ തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. അതൊക്കെ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. റവാഡ ചന്ദ്രശേഖർ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ. കേന്ദ്ര സർക്കാരുമായി മുഖ്യമന്ത്രി ഉണ്ടാക്കിയ ധാരണയാണ് ഇത്. സ്വന്തം തടി സംരക്ഷിക്കാനാണ് പിണറായി വിജയന്റെ ശ്രമമെന്നും അദ്ദേഹം ആരോപിച്ചു. സ്വന്തം തടി രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനം വരുമ്പോൾ പാവപ്പെട്ട രക്തസാക്ഷികൾക്ക് എന്ത് സ്ഥാനമാണുള്ളത് CPM-ൽ? സ്വന്തം തടി എങ്ങനെ രക്ഷപ്പെടുത്തണം എന്ന് ആലോചിച്ചിരിക്കുന്നവരുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവിടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണത്. എനിക്ക് ക്ലിയറായിട്ട് പറയാൻ പറ്റും, രവദ ചന്ദ്രശേഖർ എന്ന ഉദ്യോഗസ്ഥനോട് എനിക്കൊരു മതിപ്പ് കുറവുമില്ല. അദ്ദേഹം എന്ത് ചെയ്തത് ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷെ CPM ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട്. അന്ന് CPM അണികളെ, ആ രക്തസാക്ഷികളായിട്ടുള്ള അണികളെ അവർ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന, രക്തസാക്ഷി കുടുംബത്തിനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ മാറ്റിമറിക്കാൻ എന്താണ് കാരണമെന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇതിനകത്ത് വലിയ ദുരൂഹതയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, ഇന്നൊരു മാധ്യമത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി, അതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല, വായിക്കുകയുണ്ടായി, അതിൽ 1ാം റാങ്കുകാരനായ നിതിൻ അഗർവാളിനെ കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം BSF ഡയറക്ടർ ജനറൽ ആയിരുന്നപ്പോൾ ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ആർക്കുണ്ടായിരുന്നു? മോദി സർക്കാരിനുണ്ടായിരുന്നു. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. എന്താണ് അദ്ദേഹം BSF ഡയറക്ടർ ആയിരുന്നപ്പോൾ എനിക്ക് നിതിൻ അഗർവാൾ അറിയാം. ഞാൻ ഒരു ഉദ്യോഗസ്ഥനോട് ഞങ്ങൾക്കാർക്കും പ്രത്യേക താല്പര്യമോ പ്രത്യേക വിദ്വേഷമോ ഒന്നുമില്ല. DGP നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന് പൂർണ്ണ അധികാരമില്ലെന്ന് CPM നേതാവ് KK രാഗേഷ്. കൂത്തുപറമ്പ് വെടിവയ്പ്പിന് 2 ദിവസം മുൻപാണ് റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റത്. പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ഹക്കീം ബത്തേരിയും TT ആന്റണിയുമാണ് പ്രധാന ഉത്തരവാദികളെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ നിന്ന് മാനദണ്ഡപ്രകാരം സംസ്ഥാന സർക്കാരിന് തിരഞ്ഞെടുക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല DGP നിയമനം. ചട്ടപ്രകാരം 10-30 വർഷക്കാലം സർവീസുള്ള IPS ഉദ്യോഗസ്ഥരുടെ ഒരു പട്ടിക UPSCക്ക് കേന്ദ്ര സർക്കാരിന് നൽകുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു പട്ടിക കേന്ദ്ര സർക്കാരിന് നൽകി. ആ പട്ടികയിൽ 6 പേരുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ നൽകിയ പട്ടികയിൽ നിന്ന് 3 പേരുടെ പേര് വെട്ടി 3 പേരെയാണ് നമുക്ക് സംസ്ഥാന സർക്കാരിന് തിരിച്ച് നൽകിയിട്ടുള്ളത്. ആ 3 പേരിൽ ഏറ്റവും വിവിധ ഘടകങ്ങൾ സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ പരിശോധിച്ചിട്ടുണ്ടാവും. അങ്ങനെ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലേറ്റവും ഉചിതമായി, ഏറ്റവും നന്നായി കേരളത്തിലെ പോലീസ് ഫോഴ്സിനെ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് നയത്തിന് അനുസൃതമായി നയിക്കാൻ വേണ്ടി കഴിയുന്നത് ആരാണോ അങ്ങനെ ഒരാളെയായിരിക്കും സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക. രാജ്ഭവന്റെ സുരക്ഷയിൽ ഇടപെട്ട സർക്കാർ നടപടിയിൽ അമർഷം രേഖപ്പെടുത്തി രാജ്ഭവൻ. ഗവർണറുടെ ആവശ്യപ്രകാരം നിയോഗിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരെ പിൻവലിച്ച് സർക്കാർ ഉത്തരവിറക്കിയതിലാണ് രാജ്ഭവൻ അതൃപ്തി അറിയിച്ചത്. അതേസമയം ഈ ഉത്തരവ് സാങ്കേതിക നടപടി മാത്രമാണ് എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ സുരക്ഷയിലുണ്ടായിരുന്ന 6 പോലീസുകാരുടെയും 1 ഡ്രൈവറുടെയും സ്ഥലമാറ്റ ഉത്തരവ് റദ്ദാക്കിയ സർക്കാർ നടപടിയിലാണ് രാജ്ഭവൻ അമർഷം അറിയിച്ചിരിക്കുന്നത്. സാങ്കേതികമായ ഒരു പിഴവാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചതെന്നാണ് സർക്കാർ വിശദീകരണം. രാജ്ഭവൻ ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെയുള്ളവരുടെ ഉത്തരവ് ആദ്യം ഇറക്കുകയും പിന്നീട് അത് പിൻവലിക്കുകയുമായിരുന്നു. രാജ്ഭവൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥരെ നൽകേണ്ട എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചതായാണ് രാജ്ഭവന്റെ സംശയം. എന്നാൽ ഇനി അതേ ഉദ്യോഗസ്ഥരെ സർക്കാർ പുനർനിയമിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. ഗവർണർ ഇന്ന് രാത്രിയോടുകൂടി മടങ്ങിയെത്തിയ ശേഷമാകും ഇക്കാര്യത്തിൽ സർക്കാരിനോട് അതൃപ്തി അറിയിക്കുക. ഗവർണർ തിരികെ എത്തുമ്പോൾ കേരള സർവകലാശാല രജിസ്ട്രാർക്കെതിരെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്നും വി ശിവൻകുട്ടിയെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി വീണ്ടും കത്ത് നൽകിയതിലും രാജ്ഭവൻ അതൃപ്തിയിലാണ്. ഇക്കാര്യങ്ങളിൽ ഗവർണറുടെ നിലപാടുകൾ ഇനിയും അറിയേണ്ടതുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മോഹൻലാലിന്റെ മകൾ വിസ്മയ സിനിമയിലേക്ക് ആശീർവാദ് സിനിമാസിന്റെ 37ാമത്തെ ചിത്രം. തുടക്കത്തിൽ നായികയായിട്ടാണ് വിസ്മയയുടെ അരങ്ങേറ്റം. ജൂഡ് ആന്റണി ജോസഫാണ് ചിത്രത്തിന്റെ സംവിധായകൻ. സമൂഹമാധ്യമങ്ങളിലൂടെ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ മോഹൻലാൽ പുറത്തുവിട്ടു. ആശംസകളും മോഹൻലാൽ പങ്കുവച്ചിട്ടുണ്ട്. തായ്ലൻഡിൽ ആയോധന കലയിൽ പരിശീലനത്തിലായിരുന്നു വിസ്മയ.
ഈ കപ്പൽ ആടിയുലയുകയാണെന്നും അതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചനയെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് MP. കോന്നിയിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കാനല്ല താൻ കോന്നിയിൽ വന്നത്. AICC ആണ് തീരുമാനമെടുക്കേണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി സീറ്റ് നിർണയം നടത്തുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. തുടർ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള അവസരം ഒരുക്കിയെടുക്കാൻ കഴിയും. അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നോക്കട്ടെ, വരട്ടെ എന്ന് എന്നോട് വാക്ക് പറയുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ നോക്കും വാക്കുമൊക്കെ ഇങ്ങനെയായിരുന്നു എന്ന് വീണ്ടും അടുത്ത ഒരു 5 വർഷം കൂടി കഴിയേണ്ടതായി വന്നു. ഏറ്റവും അവസാനം 2019 എന്റെ പാർട്ടി എന്നോട് പറഞ്ഞു, ആറ്റിങ്ങൽ പോയി മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഏറ്റെടുത്തുകൊണ്ട് ആറ്റിങ്ങൽ മത്സരിക്കുവാൻ വേണ്ടി പോയ ഒരാളാണ്. എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ 1ാം റാങ്ക് ജോൺ ഷിനോജിനാണ്. ഫാർമസിയിൽ 1ാം റാങ്ക് അനഘ അനിലിന്. റാങ്ക് ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഫസ്റ്റ് റാങ്ക് അനഘ അനിൽ, സാരംഗം, പത്തിയൂർ ഈസ്റ്റ്, ആലപ്പുഴ. സെക്കൻഡ് റാങ്ക് ഋഷികേഷ് ആർ ഷണായ്, പുല്ലാട്ട് ഹൗസ്, അങ്ങാടി, അർപ്പൂക്കര ഈസ്റ്റ്, കോട്ടയം. 3ാം റാങ്ക് ഫാത്തിമത്ത് സഹ്റ, മാടയിൽ ഹൗസ്, ഏലംകുളം, കുന്നക്കാവ്, മലപ്പുറം. 4ാം റാങ്ക് താജുൽ ഫസാരി M, മന്ത്രമ്മൽ ഹൗസ്, കൂടംകുളങ്ങര ഫറൂഖ്, കോഴിക്കോട്. 5ാം റാങ്ക് അലൻ ക്രിസ്റ്റഫർ CR, വലിയവിള വീട്, കുളത്തൂർ, ഉച്ചക്കട PO, തിരുവനന്തപുരം. വിശദാംശങ്ങളുമായി രാകേഷ് ചേരുകയാണ്. രാകേഷ്, കീം ഫലപ്രഖ്യാപനം നടന്നിരിക്കുകയാണ്. എഞ്ചിനീയറിംഗിൽ ഈ ഒരു എൻട്രൻസിൽ ആൺകുട്ടികൾക്കാണ് ആദ്യ 8 റാങ്കും ആൺകുട്ടികളാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. എന്താണ് മറ്റ് വിശദാംശങ്ങൾ? 23/4/2025 മുതൽ 29/4/2025 വരെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഡൽഹി, മുംബൈ, ചെന്നൈ, ബാംഗ്ലൂരു, ദുബായ് എന്നിവിടങ്ങളിലുള്ള 138 കേന്ദ്രങ്ങളിലായി നടന്നിട്ടുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷയുടെ ഫലമാണ് ഇപ്പോൾ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആകെ 86,549 പേരാണ് പ്രവേശന പരീക്ഷയ്ക്ക് എഞ്ചിനീയറിംഗിന് ഹാജരായിട്ടുണ്ടായിരുന്നത്. ഇതിൽ 76,230 പേർ യോഗ്യത നേടിയിട്ടുണ്ട്. യഥാസമയം മാർക്ക് വിവരങ്ങൾ സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം 67,505 പേരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റാണ് നിലവിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആകെ 33,425 പേരാണ് ഫാർമസി പ്രവേശന പരീക്ഷയ്ക്ക് ഹാജരായിരുന്നത്. ഇതിൽ 27,841 പേരുടെ ഫാർമസി റാങ്ക് ലിസ്റ്റുമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്കറിയാം, എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള നിലവിലുണ്ടായിരുന്ന സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയ സംബന്ധിച്ച പരാതികളൊക്കെ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ മാർക്ക് ഏകീകരിക്കുന്നതിനുള്ള വിവിധ ശാസ്ത്രീയ മാർഗങ്ങൾ വിശദമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കൊന്നും തന്നെ അത്തരത്തിലുള്ള പരാതികൾ ഉണ്ടാകാത്ത വിധമുള്ള ക്രമീകരണവും ഫോർമുലയുമാണ് അവലംബിച്ചിട്ടുള്ളത് എന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. എഞ്ചിനീയറിംഗ് റാങ്കിൽ 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മൂവാറ്റുപുഴ സ്വദേശിയായിട്ടുള്ള ജോൺ ഷിനോജ് ആണ്. 2ാം റാങ്ക് വന്നിരിക്കുന്നത് എറണാകുളം സ്വദേശിയായിട്ടുള്ള ഹരികൃഷ്ണ ബൈജു ആണ്. 3ാം റാങ്ക് അക്ഷയ് ബിജു BN, കാക്കൂർ സ്വദേശിയാണ്, കോഴിക്കോട്. 4ാം റാങ്ക് വന്നിരിക്കുന്നത് ആദിൽ സയാനാണ്. സയാൻ തിരൂരങ്ങാടിക്കാരനാണ്, മലപ്പുറം സ്വദേശിയാണ്. ഇപ്പോൾ ഏതായാലും ഈ റാങ്ക് ഫലം പുറത്തു വന്നിരിക്കുകയാണ്. ശരി, രാകേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധന. ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. ഹോട്ടൽ ജീവനക്കാർ ടൈഫോയിഡ് വാക്സിൻ സ്വീകരിച്ചിട്ടില്ല എന്ന് പരിശോധനയിൽ കണ്ടെത്തി. ഇത് സംബന്ധിച്ച് ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി. തമിഴ്നാട്ടിലെ ശിവകാശിയിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം. അപകടത്തിൽ 5 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരിച്ചവരിൽ 2 പേർ സ്ത്രീകളാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. 4 പേരുടെ നില ഗുരുതരമാണ്. അപകട സമയത്ത് 50-ലേറെ പേർ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നുവെന്നും രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്.
തെലങ്കാനയിലെ കെമിക്കൽ പ്ലാന്റിലെ റിയാക്ടർ പൊട്ടിത്തെറിച്ച് മരിച്ചവരുടെ എണ്ണം 45ആയി. രക്ഷാപ്രവർത്തനത്തിന്റെ അവസാന ഘട്ടം ഇപ്പോഴും തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 31 മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങളിൽ നിന്ന് പുറത്തെടുത്തു. 3 പേർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അപകടസ്ഥലം സന്ദർശിക്കും. കഴിഞ്ഞ ദിവസമാണ് പശമേറാലത്തിലെ സിഗാച്ചി കെമിക്കൽ ഇൻഡസ്ട്രിയിൽ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായത്. സംഭവ സമയത്ത് 90ഓളം ജീവനക്കാർ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നു. മറ്റൊരു വാർത്ത നോക്കാം. തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ മോഷണക്കുറ്റം ആരോപിച്ച് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റ്. കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട് 5 പോലീസുകാർക്കെതിരെയാണ് കൊലക്കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് അറസ്റ്റ് ചെയ്തത്. മരിച്ച അജിത് കുമാറിന്റെ ശരീരത്തിൽ 20 ഇടത്ത് ചതവുകളുണ്ടെന്നും മർദ്ദനത്തെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവം മരണകാരണമായെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. മദ്രാസ് ഹൈക്കോടതി കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തത്. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ 200 കോടിയുടെ നിക്ഷേപവുമായി സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കമ്പനിയായ ഇൻകൽ, IGTPL, ഹൈലൈറ്റ് ഗ്രൂപ്പ് തുടങ്ങിയ വ്യവസായ വാണിജ്യ ഗ്രൂപ്പുകളുമായി ചേർന്നാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി എത്തിക്കാൻ സാധിക്കും. പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ, ലോജിസ്റ്റിക്സ്, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ മേഖലകളിലായി 1135 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികളാണ് ഇൻവെസ്റ്റ് കേരളയിൽ ഇൻകൽ വാഗ്ദാനം ചെയ്തിരുന്നത്. ഇതിന്റെ ഭാഗമായാണ് 200 കോടിയുടെ നിക്ഷേപം. ഗ്രൂപ്പ് ക്യാപ്റ്റീവ് മോഡലിൽ പുനരുപയോഗ ഊർജ്ജ പദ്ധതിയിലാണ് കമ്പനി നിക്ഷേപം നടത്തുന്നത്. അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളും ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. 23.2 മെഗാവാട്ട് നമുക്ക് പൊതുവെ വിതരണം ചെയ്യാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ സന്തോഷകരമായ കാര്യം, തുടർച്ചയായി 4 വർഷവും ഇൻകൽ ലാഭത്തിലായി എന്നുള്ളതാണ്. മലപ്പുറം ഇൻകൽ ഗ്രീൻസ് വ്യവസായ പാർക്കിൽ 75 ഏക്കർ സ്ഥലത്ത് 23.2 മെഗാവാട്ട് സോളാർ വൈദ്യുതി പദ്ധതിയാണ് ആദ്യഘട്ടത്തിൽ തുടങ്ങുക. ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് കാസർഗോഡ്, പാലക്കാട് ജില്ലകളിൽ കൂടുതൽ ഭൂമി വാങ്ങി പദ്ധതി വിപുലീകരിക്കാനാണ് ഇൻകലിന്റെ തീരുമാനം. കേരള സർക്കാരിന്റെ PPP കമ്പനിയായ ഇൻകൽ ഗ്രൂപ്പ് 2024-25 സാമ്പത്തിക വർഷത്തിൽ 123.87 കോടി രൂപയുടെ റെക്കോർഡ് വിറ്റുവരവാണ് കൈവരിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച നഷ്ടപരിഹാര തുക 7 ലക്ഷം രൂപ 10 ദിവസത്തിനുള്ളിൽ കോടതിയിൽ കെട്ടിവയ്ക്കണം. ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് നിർദ്ദേശം. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുടുംബത്തിന് 7 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിക്കാതെ സർക്കാർ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജി ഫയൽ ചെയ്യുവാൻ കാലതാമസവും ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചത്. 10 ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാര തുക കോടതിയിൽ കെട്ടിവെക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം വന്നതെന്നും കോടതി ചോദിച്ചു. ഹർജി ഫയൽ ചെയ്യാൻ കാലതാമസം ഉണ്ടായതിന് കാരണം ബോധിപ്പിക്കണമെന്നും അത് സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. 2024 ഫെബ്രുവരി 18-നാണ് തിരുവനന്തപുരം സ്വദേശിയായ സിദ്ധാർത്ഥിനെ പൂക്കോട് വെറ്റിനറി കോളേജിൽ ഹോസ്റ്റൽ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം ആത്മഹത്യ എന്ന് വരുത്തുവാൻ പോലീസ് ധൃതി പിടിച്ചെന്ന് കുടുംബത്തിന് ആരോപണമുണ്ട്. SFI പ്രവർത്തകർ അടക്കമുള്ളവർ 2 ദിവസം മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചതിനെ തുടർന്നാണ് സിദ്ധാർത്ഥൻ മരണപ്പെട്ടതെന്നും ആരോപണമുണ്ട്. സർക്കാർ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. ഇത്രയും വിവാദമായ കേസിലാണ് നഷ്ടപരിഹാരം നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ സർക്കാരിന് നിർദ്ദേശം നൽകിയത്. നഷ്ടപരിഹാര തുക ഉടൻ തന്നെ കോടതിയിൽ കെട്ടിവെക്കുവാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അമൃത ന്യൂസ്, കൊച്ചി. ആനയെ തുരത്താനുള്ള ദൗത്യത്തിനിടെ വനംവകുപ്പ് ജീവനക്കാർക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. 8 വനംവകുപ്പ് ജീവനക്കാർക്ക് പരിക്കേറ്റു. പത്തനംതിട്ട കോന്നിയിലെ കുമരംപേരൂർ വയക്കര വനമേഖലയിലായിരുന്നു സംഭവം. ജില്ലയിലെ വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ കാട്ടാനശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് വനംവകുപ്പ് ആനയെ തുരത്താനുള്ള ദൗത്യം തുടങ്ങിയത്. കോന്നി, കൊക്കാത്തോട്, പാടം തുടങ്ങി വിവിധ ഫോറസ്റ്റ് സ്റ്റേഷനുകളിൽ നിന്നും 64 ജീവനക്കാരാണ് ദൗത്യത്തിൽ പങ്കെടുക്കുന്നത്. ദൗത്യത്തിന്റെ ഭാഗമായി കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്നും വനത്തിലേക്ക് ഓടിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ദൗത്യം തുടരുന്നതിനിടെയാണ് വനപാലകർക്ക് നേരെ ആന പാഞ്ഞെടുത്തത്.
സംഭവത്തിൽ 8 പേർക്ക് പരിക്കേറ്റു. ഇവരെ കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. ആനയുടെ ആക്രമണത്തെ തുടർന്ന് ദൗത്യം നിർത്തിവെച്ചെങ്കിലും നാളെ മുതൽ പുനരാരംഭിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. കല്ലേലി, അതുമ്പുംകുളം, കുളത്തുമൺ, കൊക്കാത്തോട് പ്രദേശങ്ങളിൽ കാട്ടാനകൾ വ്യാപക നാശമാണ് സൃഷ്ടിച്ചിരുന്നത്. തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ കാട്ടാന ഓടിക്കുന്നത് നിത്യസംഭവമായിരുന്നു. തുടർന്ന് പരാതികൾ വ്യാപകമായതോടെയാണ് കാട്ടാനകളെ കാടുകയറ്റുന്ന ദൗത്യവുമായി വനം വകുപ്പ് രംഗത്തെത്തിയത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. കൊല്ലം പത്തനാപുരം പിറവന്തൂരിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. ചങ്ങപ്പാറ മേഖലയിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് പകൽ കാട്ടാന എത്തിയത്. പ്രദേശത്തെ കാർഷിക വിളകൾ കാട്ടാന നശിപ്പിച്ചു. പകൽ സമയത്ത് പോലും കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് പ്രദേശവാസികളെ കടുത്ത ആശങ്കയിലാക്കിയിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ സ്ഥിരമായി കാട്ടാനകൾ ഇവിടെ തങ്ങുന്നത് കാരണം പ്രദേശവാസികൾ ഇതുവഴിയുള്ള സഞ്ചാരം ഒഴിവാക്കിയിട്ടുണ്ട്. ആനകളെ ആളുകൾ സംഘം ചേർന്ന് വിരട്ടി കാട്ടിലേക്ക് തിരികെ കയറ്റിവിടുകയാണ് പതിവ്. ജനവാസ മേഖലകളിലും വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിട്ടും അധികൃതർ സംരക്ഷണം ഒരുക്കുന്നില്ലെന്ന ആരോപണവും ശക്തമാണ്. ഇനി കായിക വാർത്തകൾ നോക്കിയാൽ ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം ടെസ്റ്റ് നാളെ ബർമിംഗ്ഹാമിൽ നടക്കും. ആദ്യ ടെസ്റ്റിൽ തോറ്റ ഇന്ത്യൻ ടീമിൽ അഴിച്ചുപണിക്ക് സാധ്യത. ഓൾറൗണ്ടർ ഷാർദുൽ ഠാക്കൂറിന് പകരം നിതീഷ് കുമാർ റെഡ്ഡിയെ ഉൾപ്പെടുത്തിയേക്കും. ബുംറ പിന്മാറിയാൽ പേസർ അർഷ്ദീപ് സിംഗിനോ ആകാശ്ദീപിനോ പരിഗണന ലഭിച്ചേക്കും. 5 സെഞ്ചുറികളും 800-ലേറെ റൺസും നേടിയിട്ടും ലീഡ്സിൽ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ പരാജയപ്പെട്ട ഇന്ത്യക്ക് ബർമിംഗ്ഹാമിൽ കാത്തിരിക്കുന്നത് കടുപ്പമേറിയ ഇംഗ്ലീഷ് പരീക്ഷയാണ്. ഇന്ത്യൻ പേസ് നിരയ്ക്ക് മത്സരത്തിൽ മികച്ച പ്രകടനം നടത്താൻ സാധിക്കാത്തതും വാലറ്റം ബാറ്റിംഗിൽ പരാജയപ്പെട്ടതുമാണ് ആദ്യ ടെസ്റ്റിൽ തിരിച്ചടിയായത്. 2 ഇന്നിംഗ്സുകളിൽ നിന്നുമായി ഇന്ത്യൻ താരങ്ങൾ 5 സെഞ്ചുറികൾ നേടിയിട്ടും മത്സരത്തിൽ പരാജയപ്പെട്ടത് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഫീൽഡിംഗിൽ പരാജയപ്പെട്ടത് പരിചയസമ്പന്നത ഇല്ലാത്തതാണെന്ന വിലയിരുത്തലുമുണ്ട്. അതേസമയം 2ാം മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ആദ്യ ടെസ്റ്റിൽ ബാറ്റിംഗിലും ബൗളിംഗിലും ദയനീയമായിരുന്നു ഓൾറൗണ്ടർ ഷാർദുൽ ഠാക്കൂറിന്റെ പ്രകടനം. അതിനാൽ 2ാം ടെസ്റ്റിൽ ഷാർദുലിന് പകരം നിതീഷ് കുമാർ റെഡ്ഡി കളിക്കാൻ സാധ്യത ഏറെയാണ്. ലീഡ്സ് ടെസ്റ്റിൽ രവീന്ദ്ര ജഡേജയുടെ പ്രകടനവും നിരാശപ്പെടുത്തുന്നതായിരുന്നു. 2ാം ടെസ്റ്റിൽ രവീന്ദ്ര ജഡേജയ്ക്ക് പകരം കുൽദീപ് എന്ന ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇംഗ്ലണ്ടിന്റെ ഹാരി ബ്രൂക്കും ജെയിമി സ്മിത്ത് അടക്കമുള്ളവർക്ക് സ്പിന്നിനെതിരെ അത്ര മികച്ച റെക്കോർഡില്ല എന്നതാണ് കുൽദീപിനെ ടീമിൽ ഉൾപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്ന ഘടകം. എന്നാൽ പരിചയസമ്പന്നതയുടെ പേരിൽ ജഡേജയെ നിലനിർത്താനാണ് സാധ്യത. അതേസമയം മിന്നും ഫോമിലാണ് ബുംറ. ജോലിഭാരം പരിഗണിച്ച് ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ബുംറ കളിച്ചേക്കും. ഇന്ത്യൻ ടീമിന്റെ പരിശീലനത്തിൽ ബുംറ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. ബർമിംഗ്ഹാമിൽ ഇറങ്ങുമ്പോൾ ടീമിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ബുംറ 3 ടെസ്റ്റുകൾ മാത്രമേ കളിക്കൂ എന്ന് ഉറപ്പായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 2 ടെസ്റ്റ് ബുംറ ഇല്ലാതെയാകും ടീം ഇന്ത്യ ഇറങ്ങുക. വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും വിടവ് ഇന്ത്യൻ ബാറ്റിംഗ് യുവനിര മറികടന്നുവെങ്കിലും ബൗളിംഗിൽ ബുംറ ഒഴികെ മറ്റു താരങ്ങൾ അമ്പേ പരാജയമാണ്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന്റെ താരലേലം ജൂലൈ 5-ന് നടക്കാനിരിക്കെ ഓരോ ടീമുകളും തങ്ങൾ നിലനിർത്തുന്ന താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടു. ഏരിയസ് കൊല്ലം സെയിലേഴ്സും ആലപ്പി റിപ്പിൾസും കാലിക്കറ്റ് ഗ്ലോബേഴ്സും 4 താരങ്ങളെ വീതം നിലനിർത്തിയപ്പോൾ ട്രിവാൻഡ്രം റോയൽസ് 3 താരങ്ങളെയാണ് നിലനിർത്തിയത്. പരമാവധി 4 താരങ്ങളെ വീതമാണ് ഓരോ ടീമുകൾക്കും നിലനിർത്താനാവുക. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, തൃശൂർ ടൈറ്റൻസ് എന്നീ ടീമുകൾ ഒരു താരത്തെയും നിലനിർത്തിയില്ല. എ കാറ്റഗറിയിൽപ്പെട്ട സച്ചിൻ ബേബിയെയും NM ഷറഫുദ്ദീനെയും ബി വിഭാഗത്തിൽപ്പെട്ട അഭിഷേക് ജെ നായരെയും സി വിഭാഗത്തിൽപ്പെട്ട ബിജു നാരായണയുമാണ് ഏരിയസ് കൊല്ലം സെയിലേഴ്സ് നിലനിർത്തിയത്. ആദ്യ സീസണിൽ ടീമിന്റെ കിരീട വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച താരങ്ങളാണ് ഇവരെല്ലാം. സച്ചിനെ 7.5 ലക്ഷം രൂപ നൽകിയാണ് ടീം നിലനിർത്തിയത്. ഷറഫുദ്ദീനെ 5 ലക്ഷം രൂപയ്ക്കാണ് നിലനിർത്തിയത്.